ഹലോ, ഗുഡ് ഈവനിങ് മൈ ഡിയർ സ്റ്റുഡൻസ്. എനിക്ക് മിനിഞ്ഞാന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ല, ചെയ്തു, പക്ഷെ അത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. നെറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് 3 സ്പീഡ് ഞാൻ വായിക്കുവാണ്. ഇടയ്ക്ക് കംപ്ലൈൻറ്റ് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കാണുമല്ലോ. ആദ്യം വേർഡ്സ് പരിചയപ്പെടുത്താം കേട്ടോ. ഫൗണ്ടർ, FNN ഹുക്ക്. സെലിബ്രേഷൻ, സർക്കിള സെല്ല്, ബെർഷൻ ഹുക്ക്, സെലിബ്രേഷൻ. റാൻഡം, റേഹൗഡൻ ഹുക്ക്, റെപ്പർകുഷൻ, റെപ്പർക്കേഷൻ ഹുക്ക്, സർക്ലസ്, റെപ്പർകുഷൻസ്. സ്പോയിൽഡ്, സർക്ലസ് പി, ഡൗൺവേഡൽ ഹൗഡ്, തിക്കൻഡ്, സ്പോയിൽഡ്. മോറൽ, റേ, ഡൗൺവേഡൽ, മോറൽ. ഫിസിക്കൽ, സർക്ലസ് കൾ. അടുത്തത് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ടേക്കൺ ഇൻ ടു കൺസിഡറേഷനൊക്കെ എഴുതുന്ന പോലെ തന്നെ TKN ഹുക്ക് എഴുതിയിട്ട് ഡിസ്ജോയിൻ്റ് ചെയ്ത് ഹൗഡൻ ഹുക്ക് എഴുതിയാൽ മതി. അടുത്തത് പാറ്റേൺ, ഹൗഡ് റെയിൻ ഹുക്ക്. അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു, എന്തായാലും ഒന്നുകൂടി പറയണം. അടുത്തത് പ്രിപ്പയർഡ്, പെർപ്പി, ഡൗൺവേഡർ, ഹൗഡ്, തിക്കൻഡ്. പ്രിപ്പയർ ആണെങ്കിൽ പെർപ്പി, റേ. അതായത് 2 ഡൗൺ സ്ട്രോക്കിന് ശേഷം വരുന്ന 6 അപ്വേർഡ് എഴുതണമെന്ന് 6ൻ്റെ ചാപ്റ്ററിലുള്ളതാണ്. 2 ഡൗൺ സ്ട്രോക്ക് ആഫ്റ്റർ 2 ഡൗൺ സ്ട്രോക്ക് അപ്വേർഡ് അറൈസ് റിട്ടേൺ. ആ നിയമപ്രകാരമാണ് പ്രിപ്പയർ എഴുതിയ. നോക്കിയാൽ കോൺസിക്വൻസ്, കണ്ടോട്ട്, സർക്ലസ്, ഇൻസൈഡ് സർക്ലസ്. അതേസമയം ഇൻകോൺസിക്വൻസ് എന്നാണെങ്കിൽ അവിടെ ഇങ്ങനെ എഴുതുക, ഇൻകോൺസിക്വൻസ്. കണ്ടോ, ഇൻകോൺസിക്വൻസ്. അടുത്തത് ആക്ടിവിറ്റി, KTV ഹുക്ക്, T, ആക്ടിവിറ്റി. സ്റ്റുഡൻസ്, ലൂപ്പ്, ഹൗഡ്, ഇൻസൈഡ് സർക്ലസ്. ജോപ്പാർഡൈസ്, ലൂപ്പ്. പ്രോപ്പർ, പെർപ്പർ. ഇൻഹെറിറ്റഡ്, ഇൻഹുക്ക്, ഹേ, റേ, ഹൗഡ്. ഇൻഹുക്ക് ഓർമ്മയുണ്ടോ? അതായത് അപ്വേർഡ് വെച്ച് സ്റ്റർ, സ്കർ, ഇവയ്ക്ക് മുന്നേ ഇൻ വന്നാൽ ഇവിടെ അതിൻ്റെ സർക്കിളിന് ഓപ്പോസിറ്റായിട്ടൊരു ചെറിയ ഹുക്ക് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇൻഹാബിറ്റ്, ഇൻസ്ക്രൈബ്, ഇൻസ്ട്രക്ടർ, ഇൻസ്ട്രക്ഷൻ, ഇതെല്ലാം ഈ നിയമപ്രകാരമുള്ളത് ഇൻഹുക്ക്. കണ്ടോ. അടുത്ത ഹിസ്റ്റോറിക്, സർക്ലസ് T, റേ, ഫുൾ ഔട്ട്ലൈൻ. അസംബിൾഡ്, സ്ട്രോക്കസ് ബെൽഹൗഡ്. റിഫ്ലക്റ്റ്, സോറി കേട്ടോ, ഞാൻ ആ ജിയോപാർഡൈസ് കഴിഞ്ഞ് കാണാൻ പറ്റുന്നില്ലായിരിക്കും, ഒന്നുകൂടി പറയുകയാണ്. നോക്കിയേ, ജിയോപാർഡൈസ്, പ്രോപ്പർ, പെർപ്പർ. ഇൻഹെറിറ്റഡ്, ഇൻഹുക്ക്, റേ, ഹൗഡ്. ഹിസ്റ്റോറിക്, സർക്ലസ് T, റേ. അസംബിൾഡ്, സ്ട്രോക്കസ് ബെൽഹൗഡ്. റിഫ്ലക്റ്റ്, റേ, ഹൗഡ്. സാക്രിഫൈസ്, സർക്ലസ് അല്ല, സ്കർ, ഹുക്ക്, സർക്ലസ്. ചാപ്റ്റർ, ഡബിൾഡ്. ക്ലീൻസ്, ഇൻസൈഡ് സർക്ലസ്. ഓസ്പീഷ്യസ്, സ്ട്രോക്കസ് അപ്വേർഡ് സർക്ലസ്. ഹാർബർ, ടിക്കറ്റ്, ഡൗൺവേഡർ, ബെർ. കൺഗ്രാജുലേറ്റ്, കണ്ടോട്ട്, ഹൗഡ്, ഹൗഡ്. പാർട്ടിസിപ്പേറ്റിംഗ്, റേ, സർക്ലസ്, ഹൗഡ്, ഡോട്ടിംഗ്. അൺമൈൻഡ്ഫുൾ, മുഴുവനായിട്ട് എഴുതണം, അല്ലാതെ എഴുതാൻ പറ്റത്തില്ല. ഫുൾ, അൺമൈൻഡ്ഫുൾ. കുറച്ചുകൂടി ഉണ്ട്, നോക്കിക്കേ. ഗ്രേറ്റർ, ഗർഹൗഡ്, റേ. കോംപ്രിഹെൻസീവ്, കണ്ടോട്ട്, പെർ, സർക്ലസ് ഡോട്ട് എച്ച്. ടർമോയിൽസ്, സർക്ലസ്. ഡിസ്ഗ്രേസ്, അവിടെ ഗറിന് വേണ്ടിയാണ് ആ സർക്ലസ് റൈറ്റ് മോഷന്, ഡിസ്ഗ്രേസ്. പ്യൂരിഫൈ,
P re F. Survival surplus re V howd. Survival അല്ല survived. സർക്ലസ് റേ വി ഹൗഡ്. സർവൈവൽ ആണെങ്കിൽ സർക്ലസ് റേ വി വെൽ. എറ്റേണൽ ടീറേനൽ. ഗ്രാവിറ്റി ഗർ വി ടി. ഇൻ്റഗ്രേറ്റഡ് എൻഹൗഡ് ഗർ ടി ഹൗഡ്. കാൽക്കുലേറ്റ് കെൾ ഹൗഡ്. വാലിയൻറ്റ് വി എൽ ഹൗഡ് എൻ ഹുക്ക്. അവിടെ ഇട്ട് കൊടുക്കണം, അവിടെ വായിക്കുള്ളൂ. ക്ലോക്ക് കൾക്ക്. അഡ്വാൻസ്ഡ് ഡി വി ഹുക്ക് എൻ സ്റ്റീലൂപ്പ്. പ്രിൻസസ് പെർ ഇൻസൈഡ് സർക്കിൾ പ്രിൻസസ്. സറണ്ടർ സർക്ലസ് റേ ഡബിൾഡ് ഇൻ ഹുക്ക് സറണ്ടർ. നോക്കിക്കേ. വെൽക്കം വെല്ല ഡിസ്റ്റോയിൻ്റ് കെ. ആനുവൽ ജനറൽ മീറ്റിംഗ്. അത് എളുപ്പം എഴുതാം, അത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. എൻ ജെ എംഹൗഡ് ഡോട്ടിങ്. എൻ ജെ എംഹൗഡ് ഡോട്ടിങ്. ആനുവൽ ജനറൽ മീറ്റിംഗ് ആവും. ഓഫ് യുവർ കമ്പനി. ഓഫ് യുവർ കഴിഞ്ഞിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്ത് കെ എഴുതിയാൽ മതി, കമ്പനിക്ക് വേണ്ടി. ത്രൂ ഔട്ട് 30 ഔട്ട് ഡിസ്റ്റോങ് ഇട്ട് കൊടുക്കണം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബെർഹൗഡ് ഡെർ സർക്ലസ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. റിട്ടയർ റേറ്റി ഡൗൺവേർഡ് റിട്ടയർ. യങ്ങർ രണ്ട് രീതിയിൽ എഴുതാം. ഇങ്ങ് ഡൗൺവേർഡാറും എങ്ങെന്ന് പറയുമ്പോൾ ഇങ്ങ് ത്രൂ ദി ലൈൻ എഴുതുന്നതല്ലേ. ഇവിടെ ഡൗൺവേർഡാർ എഴുതിയാൽ യങ്ങറാകും, ഇല്ലെങ്കിൽ ഇങ്ങനെ ആറ് ഹുക്ക് എഴുതിയാലും മതി. ഏത് രണ്ടിലും ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എഴുതാം. സ്റ്റിയറിംഗ് സ്റ്റീലൂപ്പ് ഡൗൺവേർഡാർ ഡോട്ടിങ്. ഇനിഷ്യേറ്റഡ് എൻ ഇഷ് ടി ഹൗഡ്. ഡിവേഴ്സിഫിക്കേഷൻ ഡി വി ഹുക്ക് റേ സർക്ലസ് എഫ് കേഷൻ ഹുക്ക്. ടെക്സ്റ്റൈൽ ടി കെ സർക്ലസ് ടി എൽ. ഷുഗർ ഇഷ് ഗർ. നോക്കുക. ഫെർട്ടിലൈസർ ഉണ്ടോ. ഫെർട്ടിലൈസർ ഫെർഹൗഡ് എല് സർക്ലസ് ഡൗൺവേർഡർ സർക്ലസ്. ഷിഫ്റ്റഡ് അപ്വേർഡ് ഇഷ് എഫ് ടി ഹൗഡ്. ഷിഫ്റ്റ് ആണെങ്കിൽ അപ്വേർഡ് ഇഷ് എഫ് ഹൗഡ്. സ്റ്റെബിലിറ്റി ഉണ്ടോ. സ്റ്റെബിലിറ്റി സർക്ലസ് ടി ഡിസ്ജോയിൻ്റ് ബി. പെർപെക്ച്വൽ പി റേ പി ഹൗഡ് എൽ. ഹാൻഡിൽഡ് ഹാൻഡ് എഴുതിയിട്ട് ഡൗൺവേർഡർ ഹൗഡ് തിക്കൻഡ്. ഹാൻഡ് എന്ന് പറയുമ്പോൾ എൻ ഹൗഡ് തിക്കൻഡ്. എൻ്റെ കൂടെ ഹാൻഡിൽഡ്. അടുത്തത് ഇൻ ദിസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നോക്കിക്കാം. എൻ ഇത്ത് സർക്ലസ് റേ സർക്ലസ് പി ഒന്നിച്ചെഴുതുക. എമിനെൻ്റ്ലി എം എൻ എൻഹൗഡ് എമിനെൻ്റ്ലി. ഡെസ്പൈറ്റ് ഡി സർക്ലസ് പി ഹൗഡ്. പൊട്ടൻഷ്യൽ ഉണ്ടോ. പൊട്ടൻഷ്യൽ പി ടി എൻ ഷെല്ല് പൊട്ടൻഷ്യൽ. അടുത്തത് അണ്ടർസ്കോർ അണ്ടർ എഴുതുന്ന ഇൻഹൗഡ് തിക്കൻഡ് ഓൺതിരെ. അതിൻ്റെ കൂടെ സർക്ലസ് കെ ഡൗൺവേർഡർ. തീം ഇത്ത് എം തീം ഉണ്ടോ. അടുത്തത് ട്രാൻസിഷൻ ടെർ ഇൻസൈഡ് സർക്ലസ് ബാക്ക്വേർഡേഷൻ. സീസൺ സർക്ലസ് സ്ട്രോക്കസ് സർക്ലസ് എൻ ആണ്, അതിനെ എന്നിനെ ഹാവ് ചെയ്താൽ മതി. സ്ട്രോക്കസ് സർക്ലസ് എൻ ഹൗഡ്. എക്സ്പീരിയൻസ്ഡ് കെ സർക്ലസ് പി റേ ഇൻസൈഡ് സ്റ്റീലൂപ്പ്. സപ്പോർട്ട് സർക്ലസ് പി റേ ഹൗഡ്. എൻ്റർപ്രൈസസ് എൻഡബിൾഡ് പെർ സർക്ലസ് എൻ്റർപ്രൈസസ്. അടുത്തത് ഇവിടെയുണ്ട്. ഹാർബിഞ്ചേഴ്സ് ടിക്കറ്റ് ഡൗൺവേർഡർ ബി എൻ ജെർ സർക്ലസ് ഹാർബിഞ്ചേഴ്സ്. നോക്കുക. അൺഫിനിഷ്ഡ് എൻ എഫ് എൻ ഹുക്ക് ഇഷ് ഹൗഡ് അപ്വേർഡ് ഇഷ് ഹൗഡ്. കുറച്ചുകൂടി ഉണ്ട്, അതുകൂടി വായിച്ച് തന്നിട്ട് സ്പീഡ് കൊടുക്കാം. അൺഫോർച്ചുനേറ്റ്ലി എൻ എഫ് റേ ഹൗഡ് എൻ ഹൗഡ് ഡൗൺവേർഡ്. മോഡേൺ എം ഹൗഡ് റേ എൻ ഹുക്ക്.
കമ്പൽ കണ്ടോട്ട് PL, sometime surplus M halved M surplus, prudence per D inside surplus, actually K halved L, actual ആണ് downward L വരും, units N A N halved surplus, units, utilizing ATL surplusing എളുപ്പം എഴുതാൻ വേണ്ടി A halved L സർപ്ലസ് ഡോട്ടിങ് എഴുതാം. ആ സ്പീഡ് എഴുതുമ്പോൾ ഇങ്ങനെ വേണേലും എഴുതാം. എസ്റ്റേറ്റ് സ്ട്രോക്കസ് ടി ഹാവ്ഡ്, പ്രോപ്പർട്ടി പെർ പി റേറ്റി, സ്ട്രെങ്ത് സ്റ്റെർ എൻ ഇത്ത്, ടെക്നോളജീസ് TK നെൽ JS, ടെക്നോളജിക്കലാണെങ്കിൽ TK N എഴുതിയിട്ട് ഡിസ്ജോയിൻറ്റ് J, ലോജിക്കലിക്ക് വേണ്ടി ജോയിൻറ്റ് ചെയ്ത് J എഴുതാമെന്ന് പഠിച്ചല്ലേ. സൈക്കോളജിക്കൽ, മിതോളജിക്കൽ ഇതെല്ലാം പഠിച്ചല്ലേ. അത് ആ തിയറിയാണ് ഇവിടെ. ലോജിക്കലിന് വേണ്ടി ഡിസ്ജോയിൻറ്റ് ചെയ്ത് എഴുതി. ത്രസ്റ്റ് തെർ സ്റ്റീലൂപ്പ്, സ്പെയർഡ് സർപ്ലസ് P ഡൗൺവേർഡ് ആർക്ക്, ഹാവ്ഡ് തിക്കൻറ്റ്, ബെനഫിറ്റ് BN F ഹാവ്ഡ് സർക്ലസ്, ഡിറൈവ്ഡ് D റേഹാവ്ഡ് V ഹുക്ക്, അസോസിയേഷൻ സ്ട്രോക്കസ് അപ്വേർഡിഷ് ഷൻ ഹുക്ക്, അസോസിയേഷൻ, കോൺസിക്വൻ്റ്ലി കണ്ടോട്ട് സർക്ലസ് ക്വാഹാവ്ഡ് എൻ ഹുക്ക് L, നോക്കൂ, ഇൻട്രൊഡക്ഷൻ എൻ ഡബിൾഡ് D ഷൻ ഹുക്ക്, ട്രെയിനിങ് ടെർ എൻ ഹുക്ക് ഇങ്, ഓർഡർലി ഡൗൺവേർഡ് ആർ ഓർഡർ ആൻഡ് കൂടി ലീ കൂടി ചേർത്തിരിക്കുന്നു, വൈറ്റാലിറ്റി V ഡിസ്ജോയിൻറ്റ് T, ഇൻഡക്ഷൻ എൻ ഹാവ്ഡ് K ഷൻ ഹുക്ക്, അപ്ഡേറ്റഡ് PD ഡിസ്ജോയിൻറ്റ് T ഹാവ്ഡ്, അപ്ഡേറ്റഡ്, റെപ്യൂട്ടേഷൻ റെപ്പിറ്റീഷൻ ഹുക്ക്, കൺക്ലൂഡ് കണ്ടോട്ട് കെൽഹാവ്ഡ്, ലുക്ക് ഫോർവേഡ് LK ഫോർവേഡിന് വേഹാവ്ഡ് എഴുതിയാലും മതി, വായിക്കാൻ പറ്റും സ്പീഡ് എഴുതുമ്പോൾ, ഡിവോട്ടഡ് DV ഹുക്ക് T ഹാവ്ഡ്, പ്രൗഡ് പെർ ഹാവ്ഡ് ഔഡിഫ്തോ. റെഡി, സ്പീഡ് വായിക്കാൻ പോവുകയാണ്. റെഡി. I am really very glad to be here with you all this afternoon to perform the most pleasant job of inaugurating the Founders Day celebrations of your school. I must at the outset thank you for giving me this opportunity. I now propose to share my random thoughts with you of what I consider to be the chief characteristics of a good and ideal school. A good school, in spite of its many difficulties, should never forget the basic fact that the mind of the individual is to be respected. That should, in my view, be the starting point of any true education. I am sure you will agree with me on this vital point. The process of education is a continuing one in which every stage has its own significance. So, it is very necessary that proper care and attention should be bestowed on every stage, because if any mistake is committed in a particular stage, it will have its own repercussions
on the next stage and the whole education will get spoiled. A good school directs its educational effort to the development of the whole educational structure and not only to some one aspect or part thereof. Both the moral and physical sides of the people's life should be taken into account. The pattern of education should be prepared as to lay particular stress on this aspect of the matter. It is not done. I am afraid we may have to face a very unhappy consequence. A good school should be a place of purposeful activity. It is very essential that those in charge of the school administration should take care to see that the education taught in the school should train the students to be useful citizens of this country of ours in their later life. Unless this is done, the very object of education is likely to be jeopardized, and all the money and time spent on education cannot be considered to have been usefully spent. The pupils should be taught the value of clean life and the need to help the poor in distress. They should be taught to be of service to the weaker sections of society. They should be taught the high morals of life and a readiness to work for the common good. If the students were given proper instructions on the lines, I am sure they will really be very good. രണ്ടാമത്തെ സ്പീഡ് വായിക്കുകയാണ്. റെഡി. Today we have assembled on a historic occasion. A new chapter in the history of India is opening up before us. We have reason to congratulate ourselves that we are all participating in such an auspicious event. We have also occasion to be proud of it. But along with this pride and this celebration, let us not be unmindful of our duties and obligations. We must cleanse our hearts and purify our minds and resolve to do pure deeds by ourselves. We should harbor no evil. We should reflect who we are, what we have inherited, and what we have achieved. If you look at the history of India, you will find that for centuries India was in slavery. We cannot imagine the sacrifice, bitterness,
and the sorrow that we all had to face to rid India of that century old malady that had eaten into the very vitals of its nationhood. A great change has come about, and indeed a great revolution has been brought into being. The greater the change, the more comprehensive the revolution, the more are the difficulties through which the country has to pass. We have already had more than our due share of troubles and turmoils. We are lucky to have survived so many of them, but many are still to be overcome. If we falter or fail, we shall consign ourselves to eternal shame and disgrace. I want you to realize the full gravity of the situation and to consider the position in the light of the legacy which we have inherited. Did anyone dream a couple of years ago that one third of India would be integrated in this fashion? This is the first time in history after centuries that India can call itself an integrated whole in the real sense of the term. But we must all resolve that whatever mistakes we might commit, we should do nothing which would be calculated to send India back into the slavery of the past. It is therefore the duty of India's valiant sons to see that the clocks of progress are not put back but advanced forward. We must realize that if we have to take our due place in the committee of nations, it will not come to us for the asking, but we shall have to strain every nerve for it. What I told you here last year still deserves to be considered. Ready? Ladies and gentlemen, it gives me great pleasure to welcome you to this annual general meeting of your company. The 96th annual general meeting of your company is for me a very special occasion. I have been working throughout my life in this company. The board of directors has rightly taken a decision that I should retire as a managing director from the end of March 1985, making way for the younger generation. The board has decided that Mr. Khannas be appointed as the chairman and Mr. Bharat as the managing director from April 1985 onwards.
I will be addressing you for the last time as chairman. Being man of sentiment, I cannot help recalling the joy and toil that I have shared in steering the affairs of this company for more than 4 decades. The 60s was a period when we initiated major diversification in this company from textiles and sugar to fertilizers and tire cord. The 70s was a period when our emphasis shifted towards building a new generation at managers. We could bring both stability and growth to the company. Achieving such balance between stability and growth, I believe, is the perpetual challenge before top management. Some have handled it better than others, and those who have handled it better have taken their corporations to new heights. In this respect, I believe that our company on the whole has been eminently successful despite the fact that it has been weighed down by an aging textile industry. It has succeeded in launching new ventures with growth potential for the future. Having made these general remarks, I would like to underscore the central theme of my speech, which I shall call the management of transition. I would like to take you into my confidence by saying that you present top management had prepared for this transition well in advance by exposing both of them to various areas of responsibility within and outside the company. The result is that they will be taking over as a team of seasoned and experienced business leaders. I have full faith in them and am sure you will extend to them the same support and cooperation as I have been receiving from you during all these years. At any point of time in the history of an enterprise, there always remains some unfinished business despite the harbingers of hope and confidence. Okay, എല്ലാവരും നന്നായിട്ട് എഴുതി നോക്കുക. സ്പീഡ് അല്പം കൂട്ടി കൂട്ടി പോകുക നാളെ മുതൽ കേട്ടോ. നിങ്ങളതുപോലെ പ്രാക്ടീസ് ചെയ്തോണം. ഓക്കെ, താങ്ക് യു.